ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആദ്യ മാസങ്ങളിൽ പാരൻസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് എന്തിനാണ് കരയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കുട്ടി വിശന്നിട്ടാണോ കരയുന്നത്, അല്ലെങ്കിൽ ഉറക്കം കൊണ്ടാണോ കരയുന്നത്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടോ ആൾക്ക് എന്നുള്ളതൊക്കെ യൂഷ്വലി പാരൻസ് ചിന്തിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തിയറി ഉണ്ട്. ഇതിന് യൂഷ്വലി പറയുന്നത് ഡൻസ്റ്റൺ ബേബി ലാംഗ്വേജ് എന്നുള്ളതാണ്. ഈ തിയറി അനുസരിച്ചിട്ട് കുട്ടികൾ കരയുന്നതിന് മുന്നേ ഈ ഒരു 5 റിഫ്ലക്സ് ബേസ്ഡ് ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിൽ ഫസ്റ്റ് വൺ നേ. ഇതിനർത്ഥം കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് കുട്ടികളെ ഫീഡ് ചെയ്യണം. രണ്ടാമത്തത് എ ആണ്. കുട്ടികൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഇഷ്യൂസസ് ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികളെ മുതുകിൽ തട്ടുന്നത് നന്നായിരിക്കും. മൂന്നാമത്തത് ഓ ആണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉറക്കം വരുന്നുണ്ടെന്നാണ് അർത്ഥം. കുട്ടികളെ ഉറക്കുക. നാലാമത്തത് എ ആണ്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തോ ഡിസ്കംഫോർട്ട് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. സോ ചിലപ്പോൾ ഡയപ്പർ കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എ ആണ്. ഇത് ശരിക്കും കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അകത്ത് പോയ വായു പുറത്ത് വരാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന ശബ്ദമായിരിക്കും ഇത് ബർപ്പ് എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഫീഡിങ് നിർത്തുക, എന്നിട്ട് കുട്ടീനെ നേരെ പിടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം കുട്ടിയുടെ പുറത്ത് റബ്ബ് ചെയ്യുന്ന അല്ലെങ്കിൽ പാറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഇവിടെ പാരൻസ് ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൻസ്റ്റൺ ബേബി ലാംഗ്വേജ് എന്ന് തിയറി എന്ന് പറയുന്നത് ഇത് 100% പ്രൂവൺ ആയിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ഒരു ഗൈഡായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക.